ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മത്തി വറുത്താൽ. ഈ ഒരു മസാല കൊണ്ട് ഏത് മീനാണെങ്കിലും വറുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും എന്ത് വറുത്താലും നല്ല പൊളി ടേസ്റ്റാണ് കേട്ടോ. അന്നേരം ഞാനിപ്പം ഇത്രയും മത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല മത്തിക്കൊക്കെ ഇപ്പം നല്ല മുട്ടയൊക്കെ ആയിട്ടുണ്ട് പരിഞ്ഞിൽ. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ആ മീനിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയും, പിന്നെ കുറച്ച് കറിവേപ്പില ഇടുമ്പോൾ നമ്മൾ ശകലം ഉപ്പും കൂടി ഇടണം. അല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ ഒരു കുത്തു ചെവ, ഒരു പച്ച ചെവ ഉണ്ടാകും. അപ്പം പേരിന് ശകലം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് വറുത്തിട്ടില്ലെങ്കിൽ വറുത്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ. അതിനകത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിന്, ഇത് ഒരുപാട് എരിയില്ലാത്ത നല്ല കളറുള്ള മുളക് പൊടി കേട്ടോ, അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ചിക്കൻ മസാല. ഇത് ചിക്കൻ മസാല വേണമെങ്കിൽ വിടാം, പിന്നെ മട്ടൻ മസാലയോ ഇറച്ചി മസാലയോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാല ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ടാൽ മതി. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, ഓയിലിൻ്റെ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഞാൻ കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീൻ അന്നേരം നന്നായിട്ട് അടുക്കി പിടിക്കത്തുമില്ല, പെട്ടെന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കാം. ഇപ്പം മത്തിക്കൊക്കെ ഇടയ്ക്കൊന്ന് 400 രൂപയായി, ഇപ്പം 260 രൂപ. പക്ഷേ മത്തിയുടെ ടേസ്റ്റ് പോലെ ഒരു മീനിൻ്റെ ഇത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാവരും മത്തി കഴിക്കണം, നല്ല സൂപ്പറാണ്. ഇപ്പം നന്നായിട്ട് പരിഞ്ഞിലുമൊക്കെ ആയിട്ടുണ്ട്. എന്നാ ടേസ്റ്റാണോ! കറി വെച്ചാലും നല്ലതാ, വറുത്താലും നല്ലതാ, പിന്നെ തേങ്ങയൊക്കെ വെച്ച് പറ്റിക്കാം. പലതരത്തിൽ നമുക്ക് മത്തി കറി വെക്കാമല്ലോ. ഇവിടെ ഞാൻ കുറച്ച് കറിയും വെച്ച് ബാക്കി കുറച്ച് വറക്കുകയും ചെയ്തു. അപ്പോൾ ഞാനതെല്ലാം മസാലയൊക്കെ പുരട്ടി അതിൻ്റെ മീനിൻ്റെ പരിഞ്ഞിലും മീൻ 2, 4, 3, 5 മത്തി ഉണ്ടായിരുന്നു കേട്ടോ. ചട്ടിയിലൊക്കെ ഞാനിപ്പോൾ അടുപ്പേ മീൻ കറി വെച്ചപ്പോഴത്തേക്ക് അതെല്ലാം റെഡി ആയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തീയുണ്ട്, അപ്പോൾ കനലിലിരുന്ന് മീൻ വറക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ആ മീൻ എടുത്ത് ഞാൻ അടുപ്പയിലോട്ട് വെച്ചു. അവിടെ ഇരുന്ന് പതുക്കെ വേവട്ടെ. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ. എണ്ണയൊക്കെ നന്നായിട്ട് ഊറി വരുന്നുണ്ട്. പിന്നെ ഞാൻ ശകലം എണ്ണയും കൊണ്ട് ഒഴിച്ചു, ആ മീൻ എന്നെ പ്രാഗെങ്കിലോ എന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു, ഒന്ന് ചുറ്റിച്ച് ചരിച്ചുമൊക്കെ എടുത്ത് വെച്ച് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. വളരെ അതിസൂക്ഷ്മമായി ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അതല്ലേ അങ്ങ് പൊടിഞ്ഞു പോകും. പതുക്കെ വളരെ ശ്രദ്ധയോടുകൂടി തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മീനിന് ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു വിധത്തിൽ കൈ കൊണ്ടൊക്കെ വെച്ച്, ഇനി അത് ആ ഒരു തവിയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചട്ടുകം കൊണ്ട് വെച്ച് അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പതുക്കെ ഞാൻ കൈ കൊണ്ടൊക്കെ ഇട്ട് കൊടുത്തു. ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തിയൊക്കെ നല്ല സുന്ദരമായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു മത്തിയുടെ പൊടി മതി നമുക്കൊന്ന്. ഈ ഒരു മത്തിയുടെ പൊടി ആ പാത്രത്തിലോട്ട് ഇട്ട് ശാലം ചോറങ്ങോട്ട് കഴിച്ചാൽ എന്നാ ടേസ്റ്റാണെന്നറിയാം, പൊളിക്കാച്ചി ടേസ്റ്റ്. പിന്നെ മീനിൻ്റെ മുട്ട ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആവണം. അപ്പോൾ ആ ചട്ടിക്കകത്തോട്ട് ഒന്നും കൂടി ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ തട്ടിക്കൊടുക്കുക. ആ ഒരു ചീനിച്ചട്ടിയിൽ ശകലം ചോറൊക്കെ ഇട്ടങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നോ എന്നാ ടേസ്റ്റാ! കഴിച്ചു കേട്ടോ. ഈ പാത്രം കണ്ടപ്പോഴേ അവൻ പറഞ്ഞു അവൻ ഇച്ചിരി ചോറ് അതിനകത്ത് ഇട്ടു. അവന് ചോറിട്ട് കൊടുത്തു. നല്ല ടേസ്റ്റ്, എന്നാ പൊളി ടേസ്റ്റ്. ഇതിൻ്റെ ഒരു പൊടി മതി നമുക്ക് ചോറ് കഴിക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ്. നിങ്ങളിങ്ങനെ വറുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് വറുത്ത് നോക്കണം. ഒരു പ്രാവശ്യം വറുത്ത് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ വറുക്കത്തുള്ളൂ. പച്ചക്കുരുമുളകാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഹൈപ്പൊന്ന് ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പൊന്നൊന്ന് ടച്ച് ചെയ്താൽ അത് ഹൈപ്പ് പോയിൻ്റ് ആകും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്.